നവകേരള സദസ്സില് അത് ആ ഒരു സദസ്സിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചതായിട്ട് ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ CPM-കാർ തന്നെ പറയുന്നുണ്ട്, അതായത് ഗൺമാനാണ്, ഒന്നും അന്വേഷിച്ചാൽ ഒന്നും എവിടെ എത്തത്തില്ല, ഇതെങ്ങോട്ടും പോവില്ല, ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സത്യത്തിൽ എന്താണ് ഇതിന്റെ വാസ്തവം? അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന അനിൽകുമാറും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്ന സന്ദീപും നവകേരള യാത്ര നമുക്കറിയാമല്ലോ. കുറെ ആളുകളും മന്ത്രിമാരും കുറെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ചേർന്ന് കേരളം മൊത്തം ഭക്ഷണം കഴിച്ച് നടത്തിയ ഒരു അതെ കുറെ അധികം മുതലാളിമാരെ കാണാൻ നടത്തിയിട്ടുള്ള, പൗരപ്രമുഖരെ കാണാൻ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്. എന്താണത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതിൽ എത്ര പരാതികൾ പരിഹരിച്ചിട്ടുണ്ട്? അതിലെ പല പരാതികളും പിന്നീട് പല ചവറ്റുകൊട്ടയെന്നും കണ്ടെടുക്കുന്ന രീതികളുണ്ടായി. അതിൽ ഏകദേശം കിട്ടിയ 60,000-ഓളം പരാതികളിൽ എത്ര പരാതി പരിഹരിച്ചു എന്ന് പിന്നീട് ചോദിച്ചപ്പോൾ 5,000 പരാതി പോലും പരിഹരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു പൊറാട്ട നാടകമായിരുന്നു എന്ന് തന്നെ പറയാം. ആ യാത്രക്കിടയിൽ അന്നത്തെ സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ രീതിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങളിലൂടെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളർന്നു വരുന്നത്. ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഏത് കാലത്തും ഈ പറയുന്നത് പോലെ വലിയ പ്രതിഷേധങ്ങളും കരിങ്കൊടി പ്രകടനങ്ങളും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആക്രമിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, കല്ലെറിഞ്ഞു. നമുക്കറിയാം അത്. ഈ പ്രാവശ്യം അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അവർ വീണ്ടും ആ കലാപരിപാടിയുമായി രംഗത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി 10 കൊല്ലം ഉറങ്ങിക്കിടന്ന DYFI-യും SFI-യും ഒക്കെ അവരുടെ കർമ്മനിരതമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും സടകുടഞ്ഞ് ഉറങ്ങിക്കിടന്ന സിംഹം സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ഇത് സത്യത്തിൽ ജനങ്ങൾക്ക് പുച്ഛമായിരിക്കും ഇവരുണ്ടാകാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം നടന്നിട്ടുള്ള അഴിമതികൾ, കഴിഞ്ഞ 10 വർഷക്കാലം ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും കണ്ടില്ല എന്നടിച്ച DYFI ഇപ്പോ ഇനി മുതൽ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് സഞ്ചരിക്കാൻ പോലും പറ്റില്ല. എന്നിട്ട് ജനങ്ങൾ ചിന്തിക്കണം, എന്ത്, ഇവർ അധികാരത്തിൽ തന്നെ ഇരുന്നാൽ മതി, എന്നാൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കെങ്കിലും ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കണം. ആ രീതിയിലേക്ക് വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടാവും, അടിയുണ്ടാകും, അനാവശ്യമായ പ്രകോപനം ഉണ്ടാവും, വലിയ വിഷയങ്ങളുണ്ടാവും. അപ്പൊ ആ രീതിയിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ച സമയത്താണ് അന്ന് സമാധാനപരമായി കരിങ്കൊടി കാണിച്ച ആളുകളെ, അതായത് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള AD തോമസ് ഉൾപ്പെടെയുള്ള ആളുകളെ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാണിച്ചപ്പോൾ ഗൺമാൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനുള്ള സന്ദീപ്, ഇവരൊക്കെ തന്നെ പിൻവാതിൽ നിയമനമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം വെച്ചാൽ പാർട്ടി അനുഭാവികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പോലീസുകാർ വന്നിട്ട് AD തോമസിനെയൊക്കെ മാറ്റുന്നുണ്ട്. അതായത് അവരെ ലാത്തി കൊണ്ട് അടിക്കുകയൊന്നും ചെയ്യുന്നില്ല, അവരെ പിടിച്ചു മാറ്റുന്നു, അവര് അതിനോട് സഹകരിക്കുന്നു. ആ പിടിച്ചു മാറ്റിയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷമുള്ള കാറിൽ നിന്ന് വന്ന് നിർത്തി, ആ കാർ വന്ന് നിർത്തിയതിനു ശേഷം ആ കാറിൽ നിന്ന് വന്നിട്ട് ഒരു എന്താ പറയുക, ക്രൂരമായ ആക്രമണം, ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത ആക്രമണമാണ് ഇവർ നടത്തിയത്. വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് കുറച്ചൊരു മാന്യത പുലർത്തിയത്. ഈ പറയുന്ന അനിൽകുമാറും അതുപോലെ തന്നെ സന്ദീപും വളരെ ക്രൂരമായിട്ട് അവരെ ആക്രമിക്കുന്ന രീതിയുണ്ടായി. അപ്പം മുഖ്യമന്ത്രി ആയിരുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഇത് മറക്കാൻ കഴിയില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിച്ച ആളുകൾക്ക് കൃത്യമായി മറുപടി കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തത് ഇത് കൃത്യമായി അന്വേഷിക്കുക എന്നുള്ളതാണ്. അന്വേഷണത്തിന് ഏർപ്പാടാക്കിയത് ഷൗക്കത്ത് അലിയാണ്. ഷൗക്കത്ത് അലിയെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു പ്രതികാരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ TP വധക്കേസിൽ മുടക്കോഴി മലയിൽ നിന്ന് ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകളെ പൊക്കാൻ ധൈര്യം കാണിച്ച TK രജീഷിനെ മഹാരാഷ്ട്രയിൽ പോയിട്ട് പൊക്കാൻ ധൈര്യം കാണിച്ച ആളാണ് ഈ പറയുന്ന ഷൗക്കത്ത് അലി എന്ന് പറയുന്നത്. ആ ഷൗക്കത്ത് അലിയെ CPM-ന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കാര്യമായ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെ, അദ്ദേഹത്തിന് IPS കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിയറൻസ് ആവശ്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന കേന്ദ്ര സർവീസിലേക്ക് പോകാനുള്ള ക്ലിയറൻസ് ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അവര് ഈ ക്ലിയറൻസ് ഒക്കെ കൊടുത്തത്. അദ്ദേഹത്തെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ ആലപ്പുഴ ഡിസ്ട്രിക്ട് വിട്ട് പുറത്തു പോകാൻ CPM അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ അവിടെ തളച്ചിട്ടു. പ്രതികാര നടപടിയായിരുന്നു. അദ്ദേഹത്തെ തന്നെയാണ് ഇപ്പോൾ മേൽനോട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈജു പൗലോസുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം, അത്ര നല്ല ഉദ്യോഗസ്ഥനാണല്ലോ ഇതൊന്നും എനിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ബൈജു പൗലോസും ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് ഒരു കൃത്യമായ ഒരു പോലീസ്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇതിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തി. അവരിത് ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും, എന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വന്നിട്ട് സഖാക്കളൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. അതായത്
ഈ ഗൺമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സായുധ ഉദ്യോഗസ്ഥനാണ്, അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് കൂടിപ്പോയാൽ സസ്പെൻഡ് ചെയ്യാൻ കഴിയും, ഞങ്ങളിലൊന്ന് തൊട്ടാൽ അക്കളി ഇക്കളി സൂക്ഷിച്ചോ എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഇവർ കൃത്യമായിട്ടുള്ള എന്താണ് നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത്. സംസ്ഥാനത്ത് ഈ പറയുന്ന ക്രമസമാധാന പാലനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് അവിടെ ഉള്ളപ്പോ ആ പോലീസ് അവരെ സുഖകരമായിട്ട് തടഞ്ഞ് കൈകാര്യം ചെയ്ത് അവരെ മാറ്റി നിർത്തി അവർ അതിനോട് സഹകരിച്ച സമയത്ത് പുറകിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം പോയതിനു ശേഷം വന്നിറങ്ങിയ ഗുണ്ടകളെ പോലെയാണ് ഇവർ പ്രവർത്തിച്ചത്. ഇവർ അതിക്രൂരമായിട്ടാണ് ഇവരെ അടിച്ചത്. അതിനുള്ള അർഹത ഇവർക്കില്ല. ശരിക്കും ഗൺമാന് മറ്റുള്ളവരെ മർദ്ദിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഒന്നാമത്തത് ഗൺമാൻ എന്ന് പറയുന്നത്, ഗൺമാൻ എങ്ങനെയാണ് നിയമപ്രകാരം ഗവൺമെന്റ് അധികാരങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഗവൺമെൻ എന്താണ് ഇതിൽ കാര്യം? ഒരു നേതാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉത്തരവാദിത്വം. പക്ഷെ അതിൽ തന്നെ പറയുന്നുണ്ട്, ഒരാൾക്കൂട്ടത്തിലോ ഒരു മറ്റു സംഭവങ്ങളിലോ നേതാവ് പെട്ടു പോവുകയാണെങ്കിൽ മിതമായ കായിക ബലം ഉപയോഗിക്കാം, അങ്ങനെ പറയുന്നുണ്ട്. ഇല്ല, മിതമായ കായിക ബലം ഉപയോഗിക്കാം. ഇനി ഒരു രക്ഷയുമില്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം? ഈ തോക്ക് ചൂണ്ടാം. ആ തോക്ക് ചൂണ്ടുന്നതിൽ പോലും കൃത്യമായ പിന്നെ എന്താണ് നിയമം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പോലീസ് എന്ന് പറയുന്ന സംവിധാനം, അതായത് ഇവരും പോലീസ് ആയിരിക്കാം, ഞാൻ അതല്ല പറയുന്നത്, ക്രമസമാധാന പാലനത്തിലുള്ള പോലീസ് അവിടെ ഇരിക്കെ ഇവർക്ക് ഇതിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. അവരെ നോക്കൂത്തികളായിട്ടാണ് അഴിഞ്ഞാടിയിരിക്കുന്നത്. അതെ, അവര് വന്നിട്ട് മറ്റു വണ്ടിയിൽ നിന്ന് വന്നിട്ട് ഇവരെ പിന്നെ എന്താണ് മനഃപൂർവ്വം അടിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൃത്യമായ വിഷ്വൽസ് രംഗത്ത് ഈ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ഇത് കോടതിയെ കൊടുത്തപ്പോ കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്, വിഷ്വൽസ് എവിടെയെന്ന് പോലീസിനോട് ചോദിച്ചു. പോലീസ് പറഞ്ഞ വിഷ്വൽസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, വിഷ്വൽസ് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് പ്രതികൾ കൊണ്ടുപോയി കോടതി കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളുകയാണ്. അവരെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട് വന്നത്. അതിനുശേഷം ഇവരെ തള്ളുകയാണ്, ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളുകയാണെന്ന് പറഞ്ഞ കോടതി വീണ്ടും പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ ഉത്തരവാണ് ഇപ്പൊ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നത് ഇത് അന്വേഷണത്തിന് ശേഷം നിയമവിരുദ്ധമായ കാര്യമാണ് നടന്നത് എന്ന് നമുക്ക് പ്രാഥമിക അന്വേഷണം തന്നെ മനസ്സിലാക്കപ്പെടുന്ന കാര്യമാണ്. ഇനി ഇവരെ ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുന്ന അന്തം കമ്മികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അതായത് ഇവരെ ആദ്യഘട്ടം സസ്പെൻഡ് ആയിരിക്കും ചെയ്യുന്നത്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം വകുപ്പ് തല നടപടി എന്ന നിലയിലേക്ക് ഡിസ്മിസൽ വരെ ഇവർക്ക് പോകും, 100%. അങ്ങനെ പണി പോയാൽ ഇവരെന്ത് ചെയ്യും? ഈ പറയുന്ന സഖാക്കൾ ഇവർക്ക് പണിയായി കൊടുക്കാൻ എന്തും ചെയ്യാൻ പറ്റും? കോടതിയിൽ പോലും പോകാൻ പറ്റില്ല. അതായത് ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടാൽ അതിനെതിരെ നടപടിയെടുക്കാൻ കോടതിയിൽ പോലും പോകാൻ പറ്റില്ല. കാരണം കോടതി ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ കൃത്യമായ തെളിവുണ്ട്, വിടും. രണ്ടാമത്തത്, ഈ ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും ക്രൂരമായിട്ടുള്ള, അതായത് ഈ നിയമം കയ്യിലെടുക്കുക ചെയ്തത്. ഇവർക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. അവർ ചെയ്തത് എന്താണ്? ഒരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തിന് ഇന്ത്യൻ പീനൽ കോഡ് അനുശാസിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പുതിയ മാറിയ രീതി അനുസരിച്ച് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തും. അങ്ങനെ ഉറപ്പുവരുത്തുന്നത് അത് കോടതിയുടെ പരിഗണനയിലാണ്. അത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് അതും കൂടെ കോടതിയിലേക്ക് എത്തും. അങ്ങനെ കോടതിയിലേക്ക് എത്തുമ്പോൾ അവർ ചെയ്ത ആ തെറ്റ്, അവർ ചെയ്ത ആ ക്രൂരത, അവർ ഒരു പാവപ്പെട്ട തങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് എന്ന് മനസ്സിലാക്കാതെ മർമ്മസ്ഥാനത്താണ് അടിക്കുന്നത്. അന്ന് ആലോചിക്കണം. അതായത് കാലിന്റെ താഴോട്ട് മാത്രമേ ഈ ലാത്തി കൊണ്ട് അടിക്കാൻ പാടുള്ളൂ. ഇവർ അടിക്കുന്നത് എവിടെയാണ്? കഴുത്തിന്, ഈ പിന്നെ നമ്മുടെ ശരീരഭാഗത്താണ് അടിക്കുന്നത്. ഈ അരയ്ക്ക് മുകളിലോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും തെറ്റുകൾ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഇവർക്ക് ക്രിമിനൽ നടപടി ഇവർക്കെതിരെ കോടതി സ്വീകരിക്കും. അപ്പൊ എന്ത് ചെയ്യും സഖാക്കൾ? കോടതിക്കെതിരെ സമരം നടത്തുമോ? ഈ പറയുന്ന ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പിന്നെ അദ്ദേഹം സായുധ ഉദ്യോഗസ്ഥനാണ്, മുഖ്യമന്ത്രിയെ കരിങ്കട് കാണിക്കാൻ പോയാൽ ഗൺമാനെ തടയാം എന്നൊക്കെ പറഞ്ഞ് വലിയ പോസ്റ്റ് ഇടുന്നുണ്ട്. അതെ, ഈ സൈബർ പോരാളികള് ഒരു പോസ്റ്റ് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് നിയമത്തെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാണ്. ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ പറയുന്നത് ഗൺമാന്റെ ജോലി എന്താണ്? ഗൺമാന് തല്ലാൻ അധികാരമുണ്ടോ? ഗൺമാൻ തല്ലാൻ അധികാരമുണ്ടെങ്കിൽ അത് ഏത് സമയത്താണ്? അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇടപെടാനുള്ള സാഹചര്യം ഏത് സമയത്താണ്? ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഒരു നേതാവ് ഒറ്റപ്പെട്ടു പോകുന്ന സമയത്തോ ആൾക്കൂട്ടം അവരെ വളയുന്ന സമയത്തോ ആ നേതാവ് മാത്രമേ അതിലുള്ളൂ, പോലീസോ മറ്റു സംവിധാനങ്ങളോ ഇല്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഇടപെടാനുള്ള സാഹചര്യം. ഗൺമാൻ അപ്പോ ആ ഒരു നേതാവിനെ രക്ഷിക്കുക എന്നുകൊണ്ട് ഗൺമാൻ അത് ചെയ്യാം. അല്ലാതെ അപ്പോഴും അക്രമാസക്തമായിട്ട് അടിക്കാനോ മർദ്ദിക്കാനോ ഒന്നും എവിടെയും ഗൺമാന് അർഹതയില്ലെന്ന് മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി,
കടന്നു പോയതിനു ശേഷം ഇവരെ പിടിച്ച് മാറ്റിയതിനു ശേഷം മറ്റൊരു വാഹനത്തിൽ വന്നിറങ്ങി ഇവർ എന്ത് കാരണവശാലാണ് ഇവരെ അടിച്ചത്? മറുപടി പറയേണ്ടി വരും. നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നത്തെ റൗണ്ടിൽ വന്ന് പെരുമാറുന്നൊക്കെ പറഞ്ഞ അതേപോലെ അവസ്ഥയാണ്. അതെ, കൃത്യമായിട്ട് ഇതിനെല്ലാം ഇവർ മറുപടി പറയേണ്ടി വരും. ആ മറുപടി എന്ന് പറയുന്നത് ക്രിമിനൽ ചട്ടപ്രകാരമുള്ള ശിക്ഷാ നടപടി ഇവർ കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇവരെ പിരിച്ചുവിടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സമയത്തും ഇവരുടെ പണി പോയി എന്നല്ലാതെ ഈ പറഞ്ഞ CPM-കാരോ ഈ പറഞ്ഞ അടിമകളായിട്ടുള്ള അന്തം കമ്പികൾക്കോ സൈബർ പോരാളികൾക്കോ ഒന്നും തന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇവരെ ഇങ്ങനെ പൊക്കി അടിച്ച് നടക്കുന്ന ഞങ്ങൾ ഒന്ന് തൊട്ടാൽ ഞങ്ങൾ കാണിച്ചിരുന്നൊക്കെ പറയുന്ന ആൾക്കാര് ഇതൊക്കെ വീട്ടിലിരുന്നിട്ട് ഫോണിൽ കുത്തി കുടിക്കാൻ കൊള്ളാം. ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ ജോലി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമാണ്. ഇപ്പൊ പോലീസ് അവിടെ ലാത്തിച്ചാർജ് നടത്തിയാൽ ആ പോലീസുകാർക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല. കാരണം പോലീസിന് ലാത്തിച്ചാർജ് ചെയ്യാനുള്ള അധികാരമുണ്ട്, റൈറ്റ് ഉണ്ട്. കാരണം അവർ ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടിയുള്ള പോലീസാണ്, നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ക്രമസമാധാന ചുമതലയിലേക്ക് മാറ്റിയാൽ മാത്രമേ അദ്ദേഹത്തിന് ലാത്തിച്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാത്തി അടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗൺമാന് ലാത്തി എടുത്ത് അടിക്കേണ്ട സാഹചര്യം പറയുന്നുണ്ട്, ഗണ്ണ് ഉപയോഗിക്കേണ്ട സാഹചര്യം പറയുന്നുണ്ട്, ഗണ്ണ് ചൂണ്ടേണ്ട സമയം പറയുന്നുണ്ട്. പറ്റില്ല. അത് മനസ്സിലാക്കാത്ത ഈ അടിമകളായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴും കിടന്നിട്ട് ഇവരെ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ CPM-ന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ മൂലകാരണം എന്താണെന്നറിയോ? ഈ സൈബർ സഹാക്കളാ. ഇവരെയാണ് ഇതിൽ ഈ സൈബർ അന്തവും കുന്തവും ഇല്ലാത്ത സൈബർ സഹാക്കൾ ജനങ്ങളെ വെറുപ്പിച്ചതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഇത്ര വലിയ പരാജയം നേരിടേണ്ടി വരുന്നത്. അപ്പൊ എന്തായാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല, ഇനി ഏതോ സിനിമയിൽ ഡയലോഗ് പറയുന്ന പോലെ ഇനി നല്ല സ്വഗവാ എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ നമ്മൾ കാണേണ്ടി വരും. ഈ പറയുന്ന പോലെ ആർക്കും ഇവരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല ഷൗക്കത്ത് അലിയെ പോലുള്ള നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്കാണ് ഈ കേസ് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. നീതി ലഭിക്കും നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും.